ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നാം പലപ്പോഴും ഓർക്കുന്നൊരു വാക്യമാണ്, യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യൻ പുതിയൊരു സൃഷ്ടിയായി മാറുകയാണ്. എന്തുവാണ് ഈ പുതിയ സൃഷ്ടി? അപ്പോൾ ആ മനുഷ്യൻ വേറൊരാളായി മാറുകയല്ല, ആ മനുഷ്യൻ്റെ മനോഭാവങ്ങൾ, ചിന്തകൾക്കെല്ലാം വ്യത്യാസം വരികയാണ്. അതാണ് പുതിയ സൃഷ്ടി ആകുക എന്ന് പറയുമ്പോൾ. ആൾ വേറെ ആളായി മാറുകയല്ല. അപ്പോൾ ആ മനുഷ്യനെപ്പോൾ ഓർക്കണം, അവൻ രക്ഷിക്കപ്പെട്ടത് കൃപ മൂലമാണ്. അവൻ്റെ പിൽക്കാല ജീവിതം വളരെ മോശകരമായിരുന്നു. ഇപ്പോൾ അവന് പുതിയൊരു മനോഭാവം, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു മനസ്സ് ദൈവം കൊടുത്തു. അപ്പോൾ അവൻ ഒരിക്കലും നിഗളിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ഒരു ഭാരം വേണം. പാപത്തിൽ ആയിരിക്കുന്ന ജനങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നാം മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. നാമും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുകയും നമ്മുടെ സഹോദരവർഗത്തെ നമ്മൾ പ്രാർത്ഥന ഓർക്കുകയും എല്ലാം വേണം. ഒരിക്കലും നമ്മൾ ഏതാണ്ടൊക്കെയാണെന്ന് ചിന്തിക്കുവാൻ പാടില്ല. നമ്മുടെ മനോഭാവങ്ങളൊക്കെ മാറ്റി വന്നതുപോലെ ഓരോ ദിവസവും മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും മനസ്സ് ഒന്ന് ദൈവസന്നിധിയിൽ ദൈവം അത് മൗൾഡ് ചെയ്യുവാൻ, അത് പണിതെടുക്കുവാൻ ദൈവത്തെ അനുവദിക്കണം. ഒരു കുശവൻ ഒരു മൺപാത്രത്തെ ഭംഗിയായി പണിത് ഭംഗിയാക്കി തീർക്കുന്നത് പോലെ ദൈവം നമ്മളെ ഭംഗിയുള്ള പാത്രങ്ങളാക്കി തീർക്കുവാൻ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ദൈവം കൂടെയുണ്ട്. അത് മാത്രമല്ല, ഭൗതികമായി മാത്രമല്ല, നമുക്ക് എന്തോ തന്നെ ചിന്തകളായാലും വികാരങ്ങളായാലും സ്വഭാവമായാലും ഇടപെടലുകളായാലും വ്യക്തിത്വമായാലും എല്ലാത്തിനും ദൈവത്തിന് അധികാരമുണ്ട്. ആ ദൈവമാണ് നമ്മളെ പണിതെടുക്കുന്നതിന്. പിന്നെ പുറമെയുള്ളത് മാത്രമല്ല, നമ്മുടെ എല്ലാ ഹോളിസ്റ്റിക്കായിട്ടുള്ള മൊത്തത്തിൽ നമ്മളെ പണിതെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് മനുഷ്യൻ്റെ സഹായം എടുക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. കൗൺസിലർമാരെന്നുള്ള പുസ്തകങ്ങൾ ഒക്കെ വായിക്കണം, ബൈബിൾ വായിക്കണം, പ്രസംഗങ്ങൾ കേൾക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ദൈവം അത് മുഖാന്തരങ്ങളെ ഒരുക്കിയാണ്. എല്ലാത്തിനും പിന്നിൽ ദൈവമാണ് കാരണഭൂതൻ. അപ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച്, സ്വഭാവത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞവരെന്ന് നമ്മൾക്ക് തോന്നുന്നവരെയും ബഹുമാനിച്ച്, അവർ നല്ലവരാകണം, അവരെ മുന്നോട്ട് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകണം. ദൈവം അവരെ ഉയർത്തണം, ദൈവം അവരെ ഒന്ന് വളർത്തിയെടുക്കണം, ഒരു രൂപമാറ്റി കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കണം. അതിനുള്ള മുഖാന്തരങ്ങൾ ഇപ്പം ലോകത്തിൽ വളരെ ലഭ്യമാണ്. പണ്ടത്തെ കൂട്ടങ്ങൾ അല്ല. ഇപ്പം അനേക ഇടങ്ങളിൽ അനേകർ TV കണ്ടും യൂട്യൂബിൽ കണ്ടുമൊക്കെ യേശുവിനെക്കുറിച്ച് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവരവർ വിശ്വസിച്ചില്ല, ഇനി അവരൊന്നും പറയരുത്. അല്ല, അവർ വിശ്വസിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ അങ്ങനെ കുരുടാക്കിയോണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തത്. ദൈവം ലിദിയുടെ ഹൃദയം തുറന്നതുപോലെ അവരുടെ ഹൃദയം ദൈവം തുറക്കണം. അവർക്കും ഒരു മാറ്റം ഉണ്ടാകണം. ഹൃദയം തുറന്ന് ഒരു പ്രകാശനം ലഭിച്ചാൽ ആരും യേശുവിനെ തള്ളി പറയുവാൻ ഇടയാകത്തില്ല. അങ്ങനാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. നമുക്ക് ഹൃദയത്തിൽ ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അനേകർക്കും അത് കിട്ടണം. അനേകർക്കും അത് വളരെ പ്രയോജനം ചെയ്യും. അനേകർക്കും ആ പ്രകാശനം ലഭിക്കുമ്പോൾ അവർ ഇരുളിലാണെന്നും അവരുടെ വഴി പാപമുള്ളതാണെന്നും അവർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന് പ്രകാരം അവർ തന്നെ ആഗ്രഹിക്കും, എനിക്കൊരു മാറ്റം വേണം. അപ്പോൾ നമ്മളെ മാറ്റിയ ദൈവം നമ്മൾക്ക് മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. ഓരോ ദിവസവും നാം എല്ലാവരും വിശുദ്ധിയിൽ വളരട്ടെ, ദൈവകൃപയിൽ വളരട്ടെ. ദൈവം നമ്മളിൽ പ്രസാദിക്കട്ടെ. നമ്മളിൽ മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് പ്രസാദിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.